സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ മൂവി ട്രെയിലർ റിയാക്ഷൻ. സുഹൃത്തുക്കളെ, ബാലകൃഷ്ണ അയ്യ, നമ്മുടെ ബാലയ്യയുടെ പുതിയൊരു പടം വരുന്നുണ്ട്, അഖണ്ഡ 2. ഇതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുള്ളി അതിനകത്ത് ശിവനായിട്ടൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ എന്തോ ഒരു സാധനമൊക്കെ ആയിരുന്നു പുള്ളി അതിനകത്ത്. സോ എന്തായാലും ഡാക്കു മഹാരാജിന് ശേഷം വരുന്ന പടമാണ് അഖണ്ഡ. ഡാക്കു മഹാരാജ് ആക്ച്വലി എനിക്ക് പുള്ളിയുടെ പടത്തിനകത്ത് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഇഷ്ടമുള്ള ഒരു പടമാണ് ഡാക്കു മഹാരാജ്. അതെന്താ പറയുക, അത് അതിനകത്ത് തവൻ്റെ മ്യൂസിക്കും എൻ്റെ മോനെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. ആ മൂവി ഞാനൊരു 2-3 ടൈംസ് ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു മൂവിയാണ്. സോ ആഫ്റ്റർ ദാറ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവിക്ക് ശേഷം വരുന്ന പടമാണ് സുഹൃത്തുക്കളെ അഖണ്ഡ 2. സോ അഖണ്ഡ 2 താണ്ഡവം അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് മലയാളം ട്രെയിലർ തന്നെ കാണാം ഗൈസ്, നമുക്ക് അല്ലാണ്ട് വേറെ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് മനസ്സിലാവുന്ന ഭാഷ നമുക്ക് കാണാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് വാച്ച് ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് അഖണ്ഡ 2 താണ്ഡവം. ബാലയ്യയുടെ ഒരു നീണ്ടും ഡയലോഗും കാര്യങ്ങളും അങ്ങനെ ലോട്ട്സ് ഓഫ് സാധനങ്ങൾ കാണുമല്ലോ ഗൈസ്. അപ്പം ലെറ്റ്സ് വാച്ച് ഇറ്റ് ഗൈസ്. കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവം വരുമെന്ന് കരുതുന്ന ജനങ്ങളെ, കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവങ്ങൾ വരുമെന്ന് കരുതുന്ന ജനങ്ങളെ, കരഞ്ഞു വിളിച്ചാലും ദൈവം വരില്ലെന്ന് നമുക്ക് വിശ്വസിപ്പിക്കണം. കരഞ്ഞു വിളിച്ചാലും ദൈവങ്ങൾ വരില്ലെന്ന് വിശ്വസിപ്പിക്കണം. വിശ്വസിപ്പിച്ചോ? വിശ്വസിക്കുന്ന ദിവസം ഓ വരുവടാ, ഞങ്ങളുടെ അഖണ്ഡ വരുവടാ. ഓ മൈ ഗോഡ്, ഇത് മറ്റേ സംഭവമില്ലേ കുംഭമേള, മറ്റേ വേറെ ഏതൊരു പടത്തിനകത്ത് ഇത് കണ്ടായിരുന്നല്ലോ, മറ്റേ ഹനുമാന്റെ മൂവി ചെയ്ത അങ്ങനെ വേറൊരു പുതിയ പടം ഇറങ്ങിയായിരുന്നല്ലോ, ഈ രാമന്റെ ഒക്കെ കുറെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. ആ പടത്തിന് ഇതുപോലെ കുംഭമേള കാണിക്കുന്നുണ്ടായിരുന്നു. ആ മഹാസംഭവം ഹനുമാൻ, ആ മഹാകുംഭമേള തന്നെ. ഓ ഓ വന്നിട്ടാണ്ടോ അണ്ണൻ വന്നിട്ടാണ്ടോ. ഇല്ല അവള് സമ്മുട്ടാ ജോലിക്കുന്നതാണ് മുതലാ. അച്ഛനും മോനും ആണെന്ന് നിന്നകത്ത് ഇടിച്ചു തെറിപ്പിച്ചു ഗൈസ്. സ്ലോ മോഷനെ ഓട്ടി വരുന്ന പെൺകൊച്ചിനെ വണ്ടികൾ ഇടിച്ചു തെറിപ്പിക്കുന്നു ഗൈസ്. അവിടെ നമ്മുടെ അഖണ്ഡ പ്രത്യക്ഷപ്പെടുമായിരിക്കും. ഓ ഒറ്റക്കാലം നിൽക്കുന്നു ഗൈസ്. തവൻ ഓ ശൂലം കൊണ്ട് കുത്തുന്നു ഗൈസ്. ഈ നാട്ടിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒരു ധർമ്മം മാത്രമാണ്, സനാതന ഹൈന്ദവ ധർമ്മം. നരസിംഹാവതാരം കൊള്ളാം. എനിക്ക് എൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഇഷ്ടപ്പെട്ടു അല്ലേ. നല്ലോണം കുറച്ചധികം ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്താണേ ഇത്? ഓന്റെ പുറകെ മിസൈലുകളുടെ അയ്യരുകളി, പട്ടാളക്കാരെ മണ്ടക്കേറി എണ്ണം നിൽക്കുന്നു. എന്റെ ഓരെ ഓ വിഷം തുപ്പുന്ന വില്ലനാ. ഇതെന്തിട്ട് ഇങ്ങനെയൊക്കെ ഇലക്ട്രിക്കൽ പീപ്പിൾസാ? ഓ അഖണ്ഡ 2. ഇതുവരെ നീ ലോക ഭൂപടത്തിൽ മാത്രമല്ല ഞങ്ങളുടെ നാടിനെ കണ്ടു കാണുകയുള്ളൂ. എപ്പോഴെങ്കിലും ഞങ്ങളുടെ നാടിന്റെ വിശ്വരൂപം നൽകുക. ഞങ്ങളൊന്ന് എണീറ്റ് നിന്ന് ശബ്ദമുയർത്തിയാൽ ഈ ലോകം മുഴുവൻ നിശബ്ദമാകും. അപ്പോൾ ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ അതാണ് അഖണ്ഡ
2 എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ അഖണ്ഡ 2 താണ്ഡവം. സംയുക്ത ഉണ്ട് ഇതിനകത്ത്. സംയുക്ത തന്നെയല്ലേ പുള്ളിയുടെ പേര്? മറ്റേ ടോവിനോടൊക്കെ കൽക്കിയോ അങ്ങനെ ഒരു പടം എന്തൊക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തി. അപ്പം ആ പുള്ളിക്കാരത്തിയാണെന്ന് തോന്നി. ഇതിനകത്ത് മകൻ റോള് ചെയ്യുന്ന ബാലയ്യയുടെ പേരായിട്ട് വരുന്നതായിരിക്കും. അത് രണ്ടുപേരും ഒരാളാണോ അത് രണ്ടുപേരാണോ? ഇനി എന്തായാലും ബാലയ്യയുടെ പേരായിട്ട് വരുന്ന സംയുക്തയാണ്. സോ തമിഴാണ് മ്യൂസിക് ചെയ്യുന്നത്. ഡിസംബർ 5-ാം തീയതിയാണ് പടം ഇറങ്ങുന്നത്. ഓ ശിവ. സോ യെസ് ഗൈസ്, അപ്പോൾ അതാണ് അഖണ്ഡ 2 താണ്ഡവം ട്രെയിലർ. അത് കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ അതിനുള്ളടേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.